നിയമത്തെ ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിച്ച് യുഡിഎഫിന് ബിജെപിക്ക് അനുകൂലമായി യുഡിഎഫ് ശ്രമിച്ചത് ശിവൻകുട്ടിയുടെ ഒരു ആരോപണമുണ്ട്. ആ പറയണതൊക്കെ എന്താ അടിസ്ഥാനമുള്ളത്? ന്യൂനപക്ഷങ്ങൾ അവിടെ ഞങ്ങളും മത്സരിക്കല്ലോ. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് എന്താ കുഴപ്പം? ശിവൻകുട്ടിക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ മത്സരിക്കുകയല്ലേ. ഞങ്ങളിവിടെ തെരഞ്ഞെടുപ്പ് സീരിയസ് ആയിട്ട് മത്സരിക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങളുടെ മുൻ MLA KS ശബരിനാഥനെ ഞങ്ങൾ മത്സരിപ്പിച്ചത്. ഞങ്ങളൊരു വീക്ക് കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ശിവൻകുട്ടി പറഞ്ഞതിനെ അത് BJP ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. അതൊക്കെ വെറുതെ ന്യൂനപക്ഷ വോട്ട് ഒരു UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിന് ഇദ്ദേഹം എന്തിനാണ് ദുഃഖിക്കണം? അത് ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങൾക്ക് കിട്ടണമല്ലോ. ന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വിശ്വാസമില്ല. ഇവരാരും ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മന്ത്രിമാരും മണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങാത്തത്. നിങ്ങളൊന്ന് പരിശോധിക്കും, ഞങ്ങളെ പൂട്ടുമെന്നല്ലേ പറഞ്ഞത്. VD സതീശനെ നിയോജകമണ്ഡലത്തിൽ പൂട്ടും, അവരെ പൂട്ടും, ഇവരെ പൂട്ടും, പുറത്തിറക്കില്ല, അവിടെ നിന്ന് ജയിക്കാം. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നോമിനേഷനും കൊടുത്തൊരു പ്രചരണം നടത്തിയിട്ട് ഞാൻ പോയിട്ട് ഞാൻ കലാശക്കൊട്ടിൻ്റെ അന്ന് രാവിലെയാണ് തിരിച്ചു വന്നത്. അറിയാമല്ലോ, ഈ മന്ത്രിമാരിൽ നിങ്ങൾ തെക്കുന്ന് അങ്ങോട്ട് വടക്കോട്ട് എണ്ണിക്കോ, എത്ര പേര് മുഖ്യമന്ത്രി പോയി, ഞാൻ സമ്മതിക്കുന്നു, അദ്ദേഹത്തിന് പോവാം. ബാക്കിയുള്ള വലിയ അവകാശവാദമൊക്കെ ഉന്നയിച്ച ഈ മന്ത്രിമാരുണ്ടല്ലോ, ഈ ശിവൻകുട്ടിയോടൊക്കെ സ്വന്തം മണ്ഡലത്തിൻ്റെ പുറത്തോട്ട് പോയിട്ടില്ല. ഇവരായി APCC പ്രസിഡന്റൊക്കെ ഒരുപാട് ജില്ലകളിൽ പര്യടനം നടത്തി, അതെ. അതിനൊന്നും ബാധിക്കില്ല. അതിനേക്കാൾ ഏറെയുള്ള ഒരുപാട് ശബ്ദരേഖകൾ എൻ്റെ അടുത്തുണ്ട് CPM-ൽ നടക്കുന്ന കലാപത്തെ പറ്റി. ഞങ്ങളാരും ഇത് പുറത്തു കൊടുക്കാറില്ല, പിന്നെ ഞങ്ങളിത് റെക്കോർഡ് ചെയ്യാറുമില്ല. ഞാൻ നിങ്ങളോട് പറയാണ്, CPM-ൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തിൻ്റെ പുറകിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്. ഇത് കഴിയുമ്പോൾ കാണാം, റിസൾട്ട് കഴിയുമ്പോൾ കാണാം. അല്ല, LDFന് ഇനിയിപ്പോൾ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച്, യുവ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ പറയാം. കാരണം അധികാരത്തിൽ വരില്ലല്ലോ, അധികാരത്തിൽ വരില്ല അവർ. അപ്പോൾ അധികാരത്തിൽ വരാത്ത സാഹചര്യത്തിൽ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ചോ യുവ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമല്ലോ അവർക്ക്. അവർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തിയിട്ടല്ലേ മത്സരിച്ചത്, അല്ലേ? 10,000 ബോർഡ് പിണറായി വിജയൻ്റെ പടം വെച്ചിട്ടല്ലേ അവർ മത്സരിച്ചത്, അല്ലേ? പിണറായി 3 എന്നല്ലേ അവർ പറഞ്ഞത്. അവരുടെ ക്യാമ്പയിനിൽ എല്ലാത്തിലും മൂന്നാം പിണറായി ഭരണം എന്നല്ല പറഞ്ഞത്. അപ്പം ഇപ്പോൾ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയണത് ഭരണം ഒരു കാരണവശാലും വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. അല്ല, അത് ഞങ്ങൾക്ക് നല്ല അനുകൂലമായി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആളുകളൊക്കെ പെട്ടെന്ന് ഇതായി. കാരണം ഞങ്ങൾക്ക് വളരെ കുറച്ചേ ഉണ്ടായുള്ള ബോർഡുകളൊക്കെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഡൗൺ ആയി. അങ്ങനെയല്ല ഇലക്ഷൻ കാലത്ത് പ്രവർത്തകർ. അപ്പോൾ ഞാൻ പറഞ്ഞു സമാധാനിച്ചോ, അത് നമുക്ക് അനുകൂലമായി മാറുമെന്ന്. അമിതമായ പ്രചരണം അത് സർക്കാരിൻ്റെ കാശ് കൊണ്ടാണ് നടത്തിയതെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് മുഴുവനുണ്ട്. സർക്കാരിൻ്റെ പണമാണ് ഉപയോഗിച്ചത്. 6 മാസത്തിൽ തുടങ്ങിയത്. ഏതെങ്കിലും ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ സർക്കാർ പണം എടുത്തിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ട്? തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പേ തുടങ്ങിയ വർക്കാണ്, കോടികളാണ്. ഞാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, ഞാനത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തു തരാം. ഫിനാൻസിൽ നിന്ന് ഓരോന്നോരോന്ന് പാസ്സാക്കി പോകുന്നത്. സോഷ്യൽ മീഡിയ ക്യാമ്പയിന് വരെ 15 കോടി കൊടുത്തേക്കാണ്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. ഗവൺമെൻറ് എവിടെയാണ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നത്? ഗവൺമെൻറ്റിന് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്താൻ വെച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് നടത്തുന്നത്. എന്നിട്ട് സർക്കാരിൽ നിന്ന് ബില്ല് കൊടുത്തേക്കാണ് 15 കോടി രൂപ. നമ്മുടെ പൈസയാണ്, നമ്മുടെ നികുതി പണമാണ്. ഇതുപോലെ മെഷീനറി മിസ്യൂസ് ചെയ്ത ഒരു കാലം കേരളത്തിലുണ്ടായിട്ടില്ല. മറ്റ് സ്റ്റേറ്റിലൊക്കെ കാണുമല്ലോ, കേരളത്തിലുണ്ടായിട്ടില്ല. അല്ലാതെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ നിന്ന് ബാലറ്റ് പേപ്പർ സമയത്ത് അവൈലബിൾ ആക്കാത്തതിൻ്റെ ഒരു ഗുരുതരമായ തെറ്റുണ്ട്. ഞാനത് ഇലക്ഷൻ കമ്മീഷന് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രൽ ഓഫീസറായിട്ട് നേരിട്ട് സംസാരിച്ചു, അദ്ദേഹത്തിന് കത്തും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇത് കൃത്യമായിട്ട് പോസ്റ്റലോട്ട് കിട്ടി കറക്റ്റായിട്ട് ഇലക്ഷൻ മുമ്പ് ഇത് ചെയ്യുന്ന ഇത് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ചെന്ന് ഇപ്പോൾ പറവൂരിൽ നിന്നുള്ള ഒരു അധ്യാപിക, അവർക്ക് പോളിംഗ് ഡ്യൂട്ടി വൈപ്പിനിലാണ്. വൈപ്പിനിലെ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഫോർട്ട് കൊച്ചിയിലാണ്. അവർ പറവൂരിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ 3 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം അവിടെ ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നില്ല. 1-ന് 8 രൂപ. എത്ര പേര് പോകും അങ്ങനെ ബാലറ്റ് അന്വേഷിച്ചിട്ട്? അപ്പം അതൊരു തെരഞ്ഞെടുപ്പ് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്യാമ്പയിൻ നടത്തിയിട്ട് കാര്യമില്ല. സിനിമാ താരങ്ങളെ കൊണ്ടൊന്നും മറ്റു തന്നൊന്നും എല്ലാവരും, അതൊക്കെ നല്ലതാണ്. പക്ഷേ അതേ അവസരത്തിൽ അവർ ഈ പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള
കൺഫ്യൂഷൻ ഉണ്ടാക്കി ഉറപ്പായി. ഇനിയിപ്പോൾ നോക്കട്ടെ എത്ര ശതമാനം പേര് വോട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്തോ. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. NCC കേഡറ്റ്സ്, സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ആയിട്ട് എടുക്കുന്നതൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ്. അവരൊക്കെ 18 വയസ്സ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിജയപ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ